എളുപ്പത്തിൽ വിശദീകരിച്ച് പ്രതിരോധിക്കാവുന്ന ഒരു കുഴിയിലേക്കല്ല പി ജയരാജൻ ചാടിയിരിക്കുന്നത്. അത് പി ജയരാജനും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, പി ജയരാജനെതിരായി ഈ വിഷയത്തിൽ പാർട്ടി കേഡർമാർക്ക് വലിയ രോഷമുണ്ട്. രണ്ട്, കേന്ദ്ര നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. സംസ്ഥാന സമിതിയിലും ആ വിഷയം ചർച്ചയ്ക്ക് വന്നേക്കാം. സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അതിൻ്റെ റിപ്പോർട്ട് പോകും. സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റി അത് പരിഗണിച്ചേ തീരൂ എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഷയമാക്കി മാറ്റിയിരിക്കുന്നു ബിനോയ് വിശ്വം അടക്കമുള്ളവർ. ബിനോയ് വിശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? CPM തിരുത്തുമെന്നാണ് പ്രതീക്ഷ. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പിക്ക് ജാഗ്രത കുറവുണ്ടായി. ഓർക്കണം, പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? ദല്ലാൽ നന്ദകുമാറുമായി ഈ വിഷയത്തിൽ ഒരു ഇടപാട് നടത്തിയതിൽ പി ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്നാണെങ്കിൽ, ബിനോയ് വിശ്വം പറയുന്നത് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നുള്ള. ദല്ലാളുമാരുമായി ഇടത് നേതാക്കൾ അടുപ്പം പുലർത്തരുത്. കൺവീനർ സ്ഥാനം പി ജയരാജന് ഒഴിയണ്ടേ എന്ന ചോദ്യത്തിന് CPM അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാവുകയാണ് പി ജയരാജൻ്റെ കാര്യത്തിനകത്ത്. നമ്മൾ വിചാരിക്കും സാധാരണഗതിയിൽ സംസ്ഥാന നേതൃത്വത്തിന്, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ പിണറായി വിജയൻ ഫാക്ഷനാണല്ലോ CPM അപ്രമാദിത്വം ഉള്ളത്. ഇപ്പോൾ അത് സംസ്ഥാന നേതൃത്വമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന നേതൃത്വം എപ്പോഴും പി ജയരാജന് ഒരു ലോങ് റോപ്പ് കൊടുക്കാറുണ്ട്. ആ ലോങ് റോപ്പ് എന്ന് പറയുന്നത് പി ജയരാജൻ്റെ ത്യാഗസന്നദ്ധമായ ജീവിതം കൊണ്ടാണ്. ആ നിലയിൽ ഒരു ലോങ് റോപ്പ് കൊടുത്ത് ഈ വിഷയം കുറച്ചു കാലം വേണമെങ്കിൽ മരവിപ്പിച്ച് നിർത്താമെന്ന് കരുതിയാൽ തന്നെ അതിന് ഈ പറയുന്ന പാർട്ടി കേഡർമാർ അനുവദിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ അതൊരു ഒരു ഒരു അസ്വസ്ഥതയായി പോകുമോ? കേന്ദ്ര നേതൃത്വം ആ നിലയിൽ, സംസ്ഥാന നേതൃത്വം ഇതിൽ ഒരു മരവിപ്പാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനെ അനുവദിക്കുമോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രധാനപ്പെട്ടതാകും. നാളെ എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. പി ജയരാജൻ്റെ വിഷയം ചർച്ച ചെയ്യും എന്ന് തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മാതൃഭൂമി പി ജയരാജൻ്റെ അഭിമുഖം എടുത്തിട്ടുണ്ട്, മാതൃഭൂമി പത്രം. അതിൽ അദ്ദേഹം പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുമെന്നാണല്ലോ ഐസക് പറഞ്ഞത് എന്നാണ് ചോദ്യം. അപ്പോൾ പി ജയരാജൻ്റെ മറുപടി അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഐസക്കിനെതിരെ ആരോപണം ഉന്നയിക്കാനാണ് ദല്ലാളും UDF ചേർന്ന് സ്വപ്നയെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ പ്രശ്നമാകുമെന്നറിഞ്ഞതോടെ അവർ ആളെ മാറ്റിപ്പിടിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിനകത്തൊരു എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ വിവാദത്തിൽ വേറൊരു ആംഗിൾ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ കൂടി പി ജയരാജൻ ഇനി പറയാനുണ്ടാകും എന്നാണോ നമ്മൾ കരുതേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. ഏതായാലും ഇന്ന് പി ജയരാജൻ അക്കാര്യത്തിൽ, നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ പത്രം വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സംശയമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾക്ക് സൗണ്ട് ബൈറ്റ് കൊടുത്തു. അതിനകത്ത് പി ജയരാജൻ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തുകൊണ്ട് പോളിംഗ് ദിനം രാവിലെ പറഞ്ഞു എന്ന ചോദ്യം സ്വയം ചോദിക്കുന്നുണ്ട് പി ജയരാജൻ. അത് മാധ്യമങ്ങൾ ചോദിക്കുന്നതല്ല, സ്വയം ചോദിച്ച് എന്തുകൊണ്ട് പോളിംഗ് ദിനം രാവിലെ പറഞ്ഞു എന്ന ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് പി ജയരാജൻ പറയുന്നത്, ഇതുവരെ പി ജയരാജൻ നിഷേധിച്ചിട്ടില്ലല്ലോ എന്ന് ഏഷ്യാനെറ്റിൻ്റെ ആങ്കർ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഏഷ്യാനെറ്റിൻ്റെ ആങ്കർ ചോദിക്കുന്നു, പി ജയരാജൻ അത് നിഷേധിക്കാത്തതുകൊണ്ട് തന്നെ പി ജയരാജൻ അത് സമ്മതിച്ചു എന്ന് പറയുകയല്ലേ. അപ്പോൾ ഞാനത് നിഷേധിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാനത് അംഗീകരിക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ പോളിംഗ് തുടങ്ങുമ്പോൾ തന്നെ പോയി. ആലോചിക്കണം, ഞാൻ ആ സമയത്ത് ഇവിടെയുണ്ട്. അതിരാവിലെ തന്നെ പി ജയരാജൻ ക്യൂവിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിരാവിലെ പോളിംഗ് ആദ്യത്തെ വോട്ടർമാരിൽ ഒരാളാണ് പി ജയരാജൻ. ഉടനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പോളിങ്ങിൻ്റെ ഒരു 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 നമ്മൾ സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ദിനത്തിലാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള സന്ദേശം കൊടുത്തിട്ടുള്ളത്. പഴയ എറണാകുളം ബൈ ഇലക്ഷൻ എടുക്കുക, അന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അന്ന് ഇന്ത്യ വിഷനേ ഉള്ളൂ ന്യൂസ് ചാനൽ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ദൈവത്തിൻ്റെ കൈ എന്ന പരാമർശം നടത്തിയതാണ് വലിയ മുന്നേറ്റമായി മാറിയതെന്ന് സെബാസ്റ്റ്യൻ പോൾ തന്നെ. ഒന്ന്, ദൈവത്തിൻ്റെ കൈ എന്ന് പറയും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, ഞാൻ ദൈവവിശ്വാസിയാണ് എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ കൈ എന്ന് പറയുമ്പോൾ കരുണാകരൻ്റെ പിന്തുണ അവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സന്ദേശം എന്തിന് VS അച്യുതാനന്ദൻ തന്നെ നെയ്യാറ്റിൻകര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ KK രമയുടെ വീട്ടിൽ പോയി ആശ്ലേഷിച്ചില്ലേ KK രമയെ? അതുണ്ടാക്കിയിട്ടുള്ള ചലനം എന്താണ്?
നെയ്യാറ്റിൻകര LDF ജയിക്കേണ്ട മണ്ഡലമായിരുന്നു. കാരണം സാധാരണഗതിയിൽ ആയാറാം കയറാം രാഷ്ട്രീയമൊന്നും കേരളത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. CPM വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ ഒരാളെ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം തോപ്പിച്ചു എന്ന് ആലോചിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റാണ് വളരെ പ്രധാനപ്പെട്ടത്. അതെ, കരുണാകരൻ ടെലിവിഷൻ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ദിനം രാവിലെ കൊടുക്കുന്ന സന്ദേശങ്ങൾ വലിയ നിലയിൽ ബാധിക്കാറുണ്ട് എന്നുള്ളത് EP ജയരാജന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് വേണം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ EP നൽകിയ ആ ന്യായീകരണം തൃപ്തികരമാകുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. എന്നോട് മാത്രമല്ല സമൂഹത്തോടാകെയാണ് മുഖ്യമന്ത്രി ഈ സന്ദേശം നൽകിയിട്ടുള്ളത്. മനുഷ്യരല്ലേ, ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം. എന്നെ പറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല, വഞ്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല, ബുദ്ധിയും ശക്തിയും കഴിവും ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. EP ജയരാജൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ, അതായത് EP ജയരാജൻ ഫ്ലാറ്റിൽ നിന്ന് നോക്കുമ്പോൾ ജാവ്ഡേക്കറെ പോലെ ഒരാൾ കയറി വരുന്നു, ജാവ്ഡേക്കറാണെന്ന് മനസ്സിലാവുന്നു, വന്നപ്പോൾ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നു, രാഷ്ട്രീയം പറയരുത് എന്ന് പറയുന്നു, എനിക്ക് പുറത്തേക്ക് പോകണം, വേറൊരു പാർട്ടി പരിപാടി ഉണ്ടെന്ന് പറയുന്നു, അപ്പോൾ പിന്നെ നിങ്ങൾ ചായ കുടിച്ചിറങ്ങാൻ പറയുന്നു, വേണ്ട ഞങ്ങളും കൂടെ ഇറങ്ങാണെന്ന്, ഇത്രയേ ഉള്ളുവെങ്കിൽ ഈ രീതിയിൽ അത് കുളമാക്കേണ്ട കാര്യമില്ല. വളരെ ന്യായമായ രീതിയിൽ ഈ വിഷയം തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോഴോ ഈ കാര്യം ഒരു തമാശ പോലെ പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. ഇതെന്തോ വലിയ നിലയിലുള്ള രാഷ്ട്രീയ വിഷയം കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്ത് അത് വിശദീകരിക്കാനാണ് ഇന്നും EP ജയരാജൻ ശ്രമിച്ചത്. അവിടെയും EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം വീഴ്ച. പിന്നെ ഗുണ്ടാകേന്ദ്രത്തിലെത്തിച്ചു എന്നൊക്കെ പറയുന്നത് നേരത്തെ ഉള്ളതിൻ്റെ വൈരുദ്ധ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നു മാധ്യമങ്ങളോട്. പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. നാളെ ആ കാര്യം അവർ ചർച്ച ചെയ്യുമെന്ന് ഐസക്കിൻ്റെ വാക്കുകളിലൂടെ നമുക്കറിയാം. ഏതായാലും പാർട്ടി പുറത്താക്കുമെന്ന് ആശ്വസിച്ചോ, അതിന് ആയുസ് കുറവാണ് എന്ന് EP ജയരാജൻ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും EP ജയരാജനെ ദ്രോഹിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടി CPM എടുക്കില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം EP ജയരാജൻ അനിവാര്യമാണ്. EP ജയരാജൻ്റെ രക്തം പാർട്ടിക്ക് വേണ്ടി ചിന്തിയതാണ്. അതുകൊണ്ട് തന്നെ EP ജയരാജനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ EP ജയരാജൻ പിന്നെയും വനവാസത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു നടപടിയും CPMൽ നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശ്വാസം ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ അത് ശരിയാണ്. EP ജയരാജൻ പറയുന്നത് പോലെ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത് ആ വെള്ളം. പിന്നെ ഇതിനകത്ത് എനിക്ക് കൺക്ലൂഷനായി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു 75 എന്ന് പറയുന്ന സിൻഡ്രോത്തിലേക്ക് ഞാനിതിനെ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 75 വയസ്സിലേക്ക് അടുക്കുന്ന, നേരത്തെ ആജീവനാന്ത കാലമാണ് രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പദവികൾ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭ, ലോക്സഭ, രാജ്യസഭ അംഗത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 75 ചുരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ 75 അടുക്കുന്ന നേതാക്കളെല്ലാം തന്നെയും അവർക്ക് കിട്ടുമെന്ന് അവർ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കിട്ടണം എന്ന് അവർ എന്ന് വെച്ചാൽ ആഗ്രഹം എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്, ഒരു പാർലമെൻ്ററി വ്യാമോഹം എന്നല്ല പറയുന്നത്, ഞാൻ അതിന് അർഹനാണ് എന്ന തോന്നലുണ്ടാവുമല്ലോ. ഇപ്പോൾ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഞാൻ അർഹനാണ്. ഇപ്പോൾ MV ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി ആകുന്നതിന് വളരെ മുമ്പ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് EP ജയരാജൻ. പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിൽ 1986 ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റത്തിൽ EP ജയരാജനാണ് മുന്നണിയിൽ നിൽക്കുന്നത്. അങ്ങനെ EP ജയരാജന് സംസ്ഥാന സെക്രട്ടറി ആകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അടക്കമുള്ളവർ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം അറിയുന്നത് ജില്ലാ കമ്മിറ്റിയിൽ വെച്ചാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 75 വയസ്സിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ ഞാൻ റിട്ടയർമെൻ്റ് എടുക്കണം എന്ന് പറയുന്നൊരവസ്ഥ G. സുധാകരനെ ബാധിച്ചിട്ടുണ്ട്. G. സുധാകരനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്ത് മെരുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരനാക്കി നിർത്തിയതുകൊണ്ട് G. സുധാകരൻ്റെ ശബ്ദം നമ്മൾ പുറത്തേക്ക് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. EP ജയരാജനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം 75 കടക്കുന്ന ഘട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല, ഇനിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പില്ല, ഇനി പാർട്ടി സെക്രട്ടറി പദവി അതിന് ഒഴിയുന്നില്ല എന്ന് പറയുന്ന വിഷയമാണെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, Meet the editors.